തിരക്കിനിടയിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി കൃഷ്ണ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. റെയിൽവേ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ഒക്ടോബറിലാണ് ജോലി സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിനായി പോകുന്നതിനിടെ കായംകുളത്ത് വെച്ച് കൃഷ്ണ ട്രെയിനിൽ നിന്ന് വീണത്. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണ തുടർ ചികിത്സയ്ക്ക് സഹായം തേടുകയാണ്. പ്ലാറ്റ്ഫോമിനുമിടയിലെ ദൂരം. ജോലി തേടിയുള്ള യാത്രയിലായിരുന്നു. തിങ്ങി നിറഞ്ഞ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ നിമിഷം ഓർക്കുമ്പോൾ കൃഷ്ണയ്ക്ക് പേടി കൂടും. കായംകുളം എത്തിയപ്പോൾ ഡോറിന്റെ സൈഡിലോട്ട് വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഈ തിരക്ക് കാരണം ആൾക്കാർ മൊത്തം കൂടെ ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. അവർ ഉന്തി. ഞാൻ നേരെ പ്ലാറ്റ്ഫോമിൽ ആദ്യം വീണ അവിടെ നിന്ന് ഉരുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കായി പിന്നെ നേരെ അടിയിലോട്ട് വീണപ്പോൾ തന്നെ എന്തോ ട്രെയിൻ നിന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ പൊക്കി കായംകുളം ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നു. അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞു. ജീവൻ നിലനിർത്താൻ ഇനിയും വേണം 2 ശസ്ത്രക്രിയകൾ കൂടി. ഏക ആശ്രയമായിരുന്ന മകൾ കിടപ്പിലായതോടെ അംഗപരിമിതിയുള്ള അമ്മയ്ക്ക് മകളെ ചികിത്സിക്കാൻ പോലും മാർഗമില്ല. ഒരുപാട് കഷ്ടത്തിലാണ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. വികലാംഗനാകെ ഉള്ളത് വികലാംഗ പെൻഷൻ. ഇത് വെച്ചാണ് മക്കളെ ഞങ്ങൾ ജീവിച്ചു പോണത്. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സുഖമില്ല. എനിക്ക് അറ്റാക്ക് കഴിഞ്ഞ് ഇതിന് മുമ്പ് ഞാൻ ബുക്കൊക്കെ ബൈൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് അറ്റാക്ക് വന്നതിന് ശേഷം അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എവിടെയെങ്കിലും കിട്ടി ജീവിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിരുന്നത്. അതിപ്പോൾ ഇങ്ങനെയായി. എന്നെ രക്ഷിക്കാനുള്ള എൻ്റെ മോളാണ് ഈ കിടക്കുന്നത്. ശസ്ത്രക്രിയകൾക്ക് മാത്രമുള്ള പണമെങ്കിലും ലഭിക്കണം. ജോലി എന്ന സ്വപ്നം തേടിയിറങ്ങി 23-കാരിക്ക് മുന്നോട്ട് നടക്കാൻ സഹായം വേണം. ഒപ്പം റെയിൽവേക്കെതിരെ നിയമ നടപടി കൂടി ആലോചിക്കുകയാണ് കുടുംബം. യാത്രക്കാർക്ക് സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ഥിതി മാറ്റണമെന്നും റെയിൽവേ ഇടപെട്ട നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.